നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പതിവ് പോലെ ഇന്നും എനിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നതാണിത്. അപ്പോഴും മാർക്കറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തന്നു വിട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ജോലി കുറച്ച് എളുപ്പമായി കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേര് ഞങ്ങൾ പറയുന്നത് വേളാപ്പാര എന്നാണ്. 6 എണ്ണം ഉണ്ട് ഇത്. അപ്പോൾ ഈ മീനിന് 200 രൂപ, 6 എണ്ണത്തിനും കൂടി 200 രൂപയാണ് വില. കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഞാനിത് മാംസമൊന്നും ഉടഞ്ഞു പോവാതെ സോഫ്റ്റായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ പുറത്തെ തൊലിയുടെ ആ ഭാഗമൊക്കെ കത്തിയുണ്ട്. ഞാനിതുപോലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിത് തൊലി ഉരിച്ച് കളയായിരുന്നു. എന്തായാലും ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് രണ്ടായിട്ടൊന്ന് പകുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി ഞാനിത് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ്. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഞാനിതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴിത് വേറൊരു സ്റ്റൈലിൽ നാളെ ഈ കറി ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ നാളെ കറി വെക്കാൻ എടുക്കുമ്പോഴേക്കും ഈ മീനിൽ ഉപ്പും എരിവും എല്ലാം നല്ലതുപോലെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഈ മീൻ കൊണ്ട് ഞാൻ ഇന്ന് വേറൊരു സ്റ്റൈലിലാണ് കറി വയ്ക്കുന്നത്. 2 രീതിയിൽ ഞാൻ കറി വെച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനുള്ള മീനാണ് ഇത്. ഈ മീൻ ഇന്ന് കറി വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുടംപുളി എടുത്ത് വെള്ളത്തിൽ ഇടുകയാണ്. കുടംപുളി നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. മൺചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി 7-8 എണ്ണം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും കേട്ടോ. ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി പകുതി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തിട്ട് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ കറിപ്പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉള്ളിയൊക്കെ പകുതി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.25 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചൂട് കൊണ്ട് മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ആ കുടംപുളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ കുടംപുളി കുതിർത്ത വെള്ളത്തോടെ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. എന്താ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് സമയം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്പൂണിട്ട് ഒരുപാട് അങ്ങ് ഇളക്കണ്ട കേട്ടോ. സോഫ്റ്റ് മീനായതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇളക്കണ്ട. പതുക്കെ ഞാനിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സമയം നമുക്കിത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷം ഞാൻ ഈ കറി ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും കേട്ടോ. അങ്ങനെ നമ്മുടെ വേളാപ്പാര മുളകിട്ട മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മീൻകറിയാണിത്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.